ഇത് നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു തൈയാണ്. ഏകദേശം 1.5 വർഷം പ്രായം. ഇതല്ലേ മാങ്ങയുണ്ടായിട്ട്. ഇത് H151 എന്ന് പറഞ്ഞിട്ട് മാവാണ്. കായ്ക്കുന്ന മാവുകളുടെ കമ്പുകളാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് കായ്ക്കും. ഇത്ര ചെറുപ്പത്തിൽ മാങ്ങ നിർത്താൻ പാടില്ല ശരിക്കും. ഒന്നും കൂടി ശിഖരങ്ങൾ വന്ന് ബുഷായതിനു ശേഷം ഇതാ ഈ മാവ് നമുക്കിനി മാങ്ങ നിർത്താം. ഇതിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് 2.5 വർഷം പ്രായമായിട്ടുള്ള അൽഫോൺസോ മാങ്ങയാണ് കേട്ടോ. അൽഫോൺസോ ഇതിലൊക്കെ ഇനി മാങ്ങ നിർത്താം. 2.5 വർഷമൊക്കെ പ്രായമായ പിന്നെ മാങ്ങ നിർത്താം. ഇതിലിപ്പോൾ 4 മാങ്ങ ഉണ്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇത്ര പ്രായമായിട്ടുള്ളൂ. അൽഫോൺസോ കേരളത്തിൽ കായ്ക്കാൻ തന്നെ പ്രയാസമാണെന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ നമുക്ക് അതാണ് കായ്ക്കുന്ന മാവുകളുടെ കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്താൽ ഇതാണ് ഗുണം. മാവ് നട്ടിട്ട് കായ്ക്കുന്നില്ല എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു വലിയ പരാതി. കായ്ക്കാത്തതിന് 2 കാരണങ്ങളാണ്. ഒന്ന് വളത്തിൻ്റെ കുറവ്, ഒന്ന് കായ്ക്കാത്ത മാവിൻ്റെ ഏതെങ്കിലും കൊമ്പുകൾ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കായ്ച്ചു വലഞ്ഞ മാവിൻ്റെ കമ്പുകൾ നമ്മൾ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്താൽ എന്തായാലും ആ മാവ് കായ്ക്കും. പിന്നെ അതിന് വേണ്ടത് വളങ്ങളാണ്. ഇപ്പോൾ ചെറിയൊരു കവറിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേര് താഴെയൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് ആവശ്യത്തിന് ഈ 15 മാങ്ങ ഇതിലുണ്ട്. ഈ 15 മാങ്ങയെ സംരക്ഷിക്കാൻ വേണ്ട പൊട്ടാഷ്യം, നൈട്രജനും ഫോസ്ഫറസും ഒക്കെ ഇതിന് കിട്ടണം. അപ്പോൾ നമ്മൾ ഈ ചാണക സ്ലറി ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ സൂപ്പർ മീൽ എന്ന് പറഞ്ഞൊരു ജൈവവളമുണ്ട്. വർഷത്തിലൊരിക്കൽ വേണമെങ്കിൽ അത് കൊടുക്കാം. ഞാനത് ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. സൂപ്പർ മീലും കൊടുക്കുക, ചാണക സ്ലറിയും കൊടുക്കുക. മറ്റ് യാതൊരു വളവും ആവശ്യമില്ല. ഇതും കൊണ്ട് മാവിന് വേണ്ട എല്ലാ മൂലകങ്ങളും അതിൽ നിന്ന് കിട്ടും. സമൃദ്ധമായിട്ട് കായ്ക്കുകയും ചെയ്യും. പിന്നെ കായ്ച്ചയുടെ ഒരു പുഴുശല്യമാണ് അടുത്ത ഒരു പ്രശ്നം. ചില മാവുകൾക്ക് പുഴുശല്യം കൂടുതലാണ്. അപ്പോൾ അതിന് മാംഗോ പ്രൊട്ടക്ഷൻ ബാഗ് ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് അതിനെ പേടിക്കാനില്ല. ഇത് നമ്മൾ കണ്ടെത്തിയൊരു മാങ്ങയാണ്. അനാമിക എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് വർഷങ്ങൾ, ഒരു 12 വർഷം പ്രായമായി. ഈ മാവിൽ മാങ്ങയുണ്ടായി നല്ല രുചിയാണ്. അപ്പോൾ ആദ്യകാലത്തൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് രുചിയുള്ള മാങ്ങേൻ്റെ കമ്പ് കിട്ടുമ്പോൾ അങ്ങനെ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ മാങ്ങയുണ്ടായി കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അപ്പോൾ പേരറിയാത്ത മാങ്ങ ആയതുകൊണ്ട് അനാമിക എന്ന് പേര് കൊടുത്തു. അടിപൊളി മാങ്ങയാണ് കേട്ടോ. തേൻ മധുരം എന്നൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റിയുള്ള ഒരു മാങ്ങയാണ്. പുഴുക്കേട് വളരെ കുറവാണ്. കാണാനേ ഇല്ല പുഴുക്കേട്. നല്ല സൈസ് വരും. ഏകദേശം ഒരു 3/4 കിലോ ഒക്കെ തൂക്കം വരും. ഇപ്പോൾ മാങ്ങ വളരെ ചെറുതാണ്. ഇനി വളർന്ന് വരുന്നതേ ഉള്ളൂ. നല്ലതായിട്ട് കായ്ക്കുകയും ചെയ്യും. ഇത് നമ്മളെ ബ്ലാക്ക് ആൻഡ്രൂസ് ആണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ്രൂസ് ഇതെന്താ വെച്ചാൽ നല്ല സൈസ് വരുന്ന മാങ്ങയാണ്. 3/4 കിലോ വരെയൊക്കെ സൈസ് വരും. അത്യാവശ്യം നല്ല രുചിയുണ്ട്. കായ്ക്കുന്നത് തന്നെയല്ലേ. ഇതാണ്. ഇത് നട്ട് കഴിഞ്ഞാൽ കൊലകൊലയായിട്ട് കായ്ക്കും. നമുക്ക് ഡ്രമ്മിലൊക്കെ നട്ടാലും നഷ്ടം വരില്ലാത്തൊരു മാങ്ങയാണ്. ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവും. നല്ല സൈസും വരും. അത്യാവശ്യം നല്ല രുചിയാണ്. ഇത് കാലാപ്പാടി മാങ്ങയാണ് കേട്ടോ. കാലാപ്പാടി ഇത്ര സമൃദ്ധമായിട്ട് അങ്ങനെ കായ്ച്ച് കാണില്ല. സ്വതവേ നല്ല ഇനങ്ങൾ നമ്മൾ കമ്പ് ഗ്രാഫ്റ്റ് ചെയ്യും. നല്ല ഇനങ്ങൾ കണ്ടെത്തുമ്പോൾ അതിൽ നിന്ന് കമ്പ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. സ്വതവേ കാലാപ്പാടിനെ പൂമരം എന്നാണ് വിളിക്കുക. പൂത്തിങ്ങനെ കൊഴിഞ്ഞു പോകും, കായ് പിടിക്കില്ല എന്നുണ്ടേ. ഇതൊക്കെ ഉണ്ടല്ലേ, എത്ര അനവധിയാണ് കായ്ച്ചിരിക്കുന്നത് കണ്ടല്ലേ. നല്ല മദർ പ്ലാന്റ് നമ്മൾ കമ്പുകളെടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണം ഉണ്ടാവും. നല്ല രുചിയുള്ള മാങ്ങയാണ്. പുഴുക്കേടില്ലാത്ത മാങ്ങയാണ് കാലാപ്പാടി. ഇത് സിന്ദൂര മാങ്ങയാണ് കേട്ടോ. ബെന്നറ്റ് അൽഫോൺസോ എന്നും പേരുണ്ട്. സിന്ദൂര മാങ്ങ എന്ന് നമ്മളെ പാലക്കാട് ജില്ലയിലൊക്കെ പറയും. മൂത്ത് കൊലകൊലയായിട്ട് കായ്ക്കും. നല്ല രീതിയിൽ കായ്ക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മാങ്ങകളിലൊന്നാണ്. നല്ല രുചിയാണ്. നന്നായി മൂത്ത് പഴുത്ത് നന്നായി പഴുത്തിട്ട് കഴിക്കണം കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലേ, ഏകദേശം നല്ല മൂപ്പെത്തിയിരിക്കുന്നു. കളറൊക്കെ ഉണ്ടല്ലേ, നല്ല മൂപ്പെത്തി. ഞാൻ പരമാവധി മരത്തിൽ നിന്ന് തന്നെ പഴുത്ത് കിട്ടാനാണ് കാത്തിരിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ പഴുക്കുമ്പോൾ നല്ല രുചിയായിരിക്കും. നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്ന് വെച്ചാൽ ഒരു 3/4 എത്തുമ്പോഴാണ് കിട്ടുക മാങ്ങ. അതുകൊണ്ട് പലരും പുളിയാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ അടുത്ത് കായ്ച്ച് അങ്ങനെ മൂത്ത് കിട്ടണം. ഇതൊക്കെ ഈ വീഴുന്നത് മൂത്ത മാങ്ങകളാണ്. അതാണ് ഞെട്ടറ്റത്ത് വീഴുന്നത്. ഇനി ഇതൊക്കെ പഴുപ്പിച്ച് കഴിഞ്ഞാൽ വൈക്കോലൊക്കെ വെച്ച് പഴുപ്പിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കോട്ടപ്പറമ്പൻ, കേരളത്തിൻ്റെ ഓൾ സീസൺ എന്നറിയപ്പെടുന്നൊരു മാങ്ങയാണ് കോട്ടപ്പറമ്പൻ. ഇത് നമുക്ക് കടുമായ്ക്കോ മാമ്പഴ പുളിശ്ശേരിക്കൊക്കെയാണ് ബെസ്റ്റ്. പഴുത്ത് കഴിക്കാൻ അത്ര രുചി എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള തോലും നല്ല നാരുമാണ്. മധുരമുണ്ട്, എന്നാലും ഈ നമുക്ക് കഴിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. കൂടുതലും കടുമായ്ക്കൊക്കെയാണ് നല്ലത്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൊരു മാങ്ങയാണ് SKP കുഞ്ഞൂസ് എന്നാണ് പേര് കൊടുത്തുള്ളത്. നമ്മുടെ ഫാമിൻ്റെ പേരാണ് SKP എന്നുള്ളത്. SKP അഗ്രോ ഫാം. നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൊരു കുഞ്ഞൻ മാങ്ങകളാണ്. ഈ ഒരു സൈസ് തന്നെ വരുള്ളൂ. ഒരു 150 ഗ്രാമൊക്കെയാണ് തൂക്കം വരിക. പക്ഷേ തോല് ചെത്തി നമുക്ക് കഴിക്കാം. ഉടയാത്ത കാമ്പുകളാണ്. നല്ല രുചിയുള്ളൊരു മാങ്ങയാണ്. അടിപൊളി മാങ്ങയാണ്. കൊലകൊലയായിട്ട് കായ്ക്കും. സമൃദ്ധമായിട്ട് കായ്ക്കും. ഈ കുഞ്ഞു മാവിൽ തന്നെ എത്ര മാങ്ങകളാണ് കായ്ച്ചെന്നറിയോ? ഒരു 50 മേലെ മാങ്ങകൾ എങ്ങനെയും ഉണ്ടാവും. നല്ല രീതിയിൽ കഴിയും. ഒരു പുഴുക്കേടുമില്ല. നമ്മുടെ സിന്ദൂരവും കാലാപ്പാടിയൊക്കെ മിക്സ് ആയതുപോലത്തെ നല്ലൊരു രുചിയാണ്. ആർക്കും മടുക്കാത്ത രുചിയാണ്. വളരെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുക. ഉടയില്ല. നല്ല കട്ടിയുള്ള കാമ്പുകളാണ്. ചെറിയ മാങ്ങയാണെന്നുള്ള ഒറ്റ പോരായ്മ മാത്രമേ ഉള്ളൂ ഇതിന്. ഇത് തോത്താപ്പുരി, ബംഗളോറ, കളക്ടർ, കിളിമൂക്ക്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. പച്ചയിൽ നമുക്ക് ഉപ്പിട്ട് കഴിക്കാനൊക്കെ ഈ റോഡ് സൈഡിൽ കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന കടകളിലൊക്കെ കാണാം. അതിന് ഉപയോഗിക്കുന്ന മാങ്ങയാണ്. പഴുത്താലും രുചിയാണ്. നന്നായി പഴുത്തിട്ട് പൊട്ടിക്കണം, എന്നാലാണ് നമുക്ക് കിട്ടുക. സമൃദ്ധമായിട്ട് കായ്ക്കും. ഇഷ്ടം പോലെ മാങ്ങ നമുക്ക് ചെറിയ ഡ്രമ്മിന്ന് പോലും കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് പ്രിയൂരാണ് കേട്ടോ. പ്രിയൂര് തൃശ്ശൂർക്കാരുടെയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു മാങ്ങയാണ്. പ്രിയൂരച്ഛൻ കൊണ്ട് സംരക്ഷിച്ച മാങ്ങയാണെന്നാണ് അറിയപ്പെടുന്നത്.
വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ്. പുഴുക്കേടിനെ മാത്രമാണ് നമുക്ക് പേടിക്കാനുള്ളത്. മഴ തുടങ്ങുന്നതിന് മുമ്പാണെന്ന് അത്ര നമുക്ക് ടെൻഷനില്ല. എങ്കിലും കവറിട്ട് സംരക്ഷിച്ച് നമുക്ക് ഡ്രമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു മാങ്ങയാണ്. നല്ല രുചിയുള്ളൊരു നാട്ടുമാങ്ങയാണ്. ഇതിനെ എല്ലാവരും സംരക്ഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് മുണ്ടപ്പ എന്ന് പറഞ്ഞൊരു മാങ്ങയാണ് കേട്ടോ. നല്ല ഉരുണ്ട ഷേപ്പായി വരും, മൂത്ത് വരുന്നതേ ഉള്ളൂ. നല്ല രുചിയുള്ള മാങ്ങയാണ്. ഇതൊക്കെ നമുക്ക് മരത്തുനിന്ന് മൂത്ത് പഴുത്ത് കിട്ടുമ്പോഴാണ് ഈ എല്ലാ മാങ്ങയ്ക്കും യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക. നല്ല രുചിയുള്ള ഒരു മാങ്ങയാണ്. പുഴുക്കേട് ആണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇതിന് കവറിട്ട് സംരക്ഷിക്കണം. ഇത് നമ്മുടെ ചന്ദ്രക്കാരൻ മാങ്ങയാണ്. കടുമാങ്ങയ്ക്കും മാമ്പഴപ്പുളിശ്ശേരിക്കും പഴുത്ത് കഴിക്കാനും എല്ലാറ്റിനും പറ്റിയ മാങ്ങയാണ്. ചെറിയ മാങ്ങയാണെന്നുള്ള മാത്രം ഒരു ദോഷം. കടുമാങ്ങയ്ക്കൊക്കെ ബെസ്റ്റാണ്. പഴുത്ത് കഴിക്കാൻ തേൻ മധുരം, ഏറ്റവും മധുരമുള്ള മാങ്ങയാണ്. ഇതിനെ വെല്ലാനൊരു മാങ്ങകളുമില്ല മധുരത്തിൽ. അത്ര രുചിയുള്ള മാങ്ങയാണ്. ഇഷ്ടം പോലെ കായ്ക്കും. ഡ്രമ്മിലൊക്കെ നമുക്ക് കായ്പ്പിച്ചെടുക്കാൻ പറ്റുന്ന മാങ്ങയാണ്. നിലത്ത് നട്ടാൽ നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്ന നല്ലൊരു മാങ്ങയാണ്. നാംടോക്ക് മൈ ഗ്രീൻ ആണ് കേട്ടോ. നാംടോക്ക് മൈ ഗ്രീൻ. നമ്മൾ യെല്ലോ ആദ്യം കാണിച്ചു. ഇത് ഗ്രീനാണ്. ഇതുണ്ടാകുമ്പോൾ തന്നെ ഗ്രീൻ കളറായിരിക്കും. പഴുക്ക് മാത്രം യെല്ലോ കളറാവും. രണ്ടും ടേസ്റ്റൊക്കെ സെയിം ആണ്. പക്ഷേ ഗോൾഡ്, നാംടോക്ക് മൈ ഗോൾഡ് അല്ലെങ്കിൽ യെല്ലോ എന്നൊക്കെ പറയുന്നത് ആണ് ആദ്യം നമ്മൾ കണ്ടത്. ഇത് ഗ്രീൻ കളറാണ്. മാങ്ങകളെ വേണമെങ്കിലൊന്ന് ഇങ്ങനെ ഈ കവർ ചെയ്ത് സംരക്ഷിക്കാം. എന്നാൽ പുഴുക്കേടൊന്നും വരാതെ തുണിയിൽ തയ്ക്കുന്നൊരു കവറാണ്. പിന്നെ ഓൺലൈനിലൊക്കെ കിട്ടും, ഫ്രൂട്ട്സ് പ്രൊട്ടക്ഷൻ ബാഗ് കിട്ടും. കവർ ചെയ്ത് വെച്ചാൽ പിന്നെ കായ്ച്ച കുത്തില്ല. പിന്നെ ഈ കവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വവ്വാലൊന്നും പഴുത്താലും വന്ന് കടിക്കില്ല. ചില കടലാസിൻ്റെ ബാഗാണെങ്കിൽ വവ്വാലും വന്ന് കടിച്ചു കളയും. ഇത് രത്നമാങ്ങയാണ്. നമ്മളിങ്ങനെ സംരക്ഷിച്ച് വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ പഴുത്ത് ഈ ബാഗിലേക്ക് പഴുത്ത് വീഴാനാണ് പ്രധാനമായിട്ട്. രത്നയ്ക്കൊന്നും അങ്ങനെ പുഴുക്കേടില്ലാത്ത മാങ്ങയാണ്. എന്നാലും പഴുത്ത് നമുക്ക് ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കവറിട്ട് വയ്ക്കുന്നത്. ഇതൊരു ചെറിയ ബക്കറ്റിലാണ് കാശില്ലാണ്ടല്ലേ. നമുക്കിങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റുന്നൊരു ബക്കറ്റിലാണ്. ഇതിനെ അധികം വില പിടിച്ച് മാങ്ങ ഒഴിഞ്ഞു വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എടുത്ത് അങ്ങോട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു മാങ്ങയാണ്. ഇത് കെട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ. ഇതെന്ന് വെച്ചാൽ നല്ല സൈസ് വരുന്ന മാങ്ങയാണ്. വിദേശമാവാണ് കേട്ടോ. ഇത് നന്നായിട്ട് കാശിട്ടുണ്ട്. ഈ ചെറിയ ഒരു ബക്കറ്റിൽ പോയി നന്നായിട്ട് കാശിട്ടുണ്ട്. ചെറിയ 50 ലിറ്ററിൻ്റെ ബക്കറ്റിലായിരിക്കുന്നത്. ഇഷ്ടംപോലെ മാങ്ങകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ബാഗിട്ട് സംരക്ഷിക്കണം. ഈ ഒരു മൂപ്പെത്തുന്ന സമയത്ത് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കായ്ച്ചയുടെ പ്രശ്നങ്ങളില്ല. അതുപോലെ വണ്ണാനോ വവ്വാലൊക്കെ വന്ന് കടിക്കില്ല. നമുക്ക് പഴുത്ത് ഞെട്ടറ്റ് ഈ കവറിലേക്ക് വീഴും. ആ സമയത്ത് നമുക്ക് എടുത്താൽ മതി. എന്നും നമ്മളൊന്ന് നോക്കണം ഇതിൻ്റെ വളർച്ചയും പഴുത്തും എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇടയ്ക്ക്. നമ്മളിപ്പോൾ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് കെട്ടഴിച്ചിട്ട് നോക്കുക. ഈ തുണിയുടെ സഞ്ചി ആയതുകൊണ്ട് എത്ര കെട്ടഴിച്ചാലും കെട്ടിയാലും ഇതൊന്നും ഇത് കീറിപ്പോവില്ല. ഒരു കടലാസിൻ്റെ ഒന്നുണ്ട്. അതാണ് വെച്ചാൽ നമ്മൾ 4-5 പ്രാവശ്യം ഇത് അഴിച്ച് തുറക്കുമ്പോഴേക്കും അത് കീറിപ്പോവും. പിന്നെ മഴ നനഞ്ഞാലും അത് ഡാമേജ് ആവും. ഒരു വർഷം ഉപയോഗിക്കാൻ പറ്റില്ല. തുണിസഞ്ചിയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാം. തുണിസഞ്ചികൾ ഞാൻ തയ്ച്ചുണ്ടാക്കുന്നതാണ്. ഇത് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ട് വെച്ചാൽ പറഞ്ഞാൽ നമ്മൾ അയച്ചും കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരവർക്ക് തയ്ക്കാൻ സാധിക്കാത്തവർ, നമുക്ക് അവിടുത്തെ തയ്യക്കാരുടെ അടുത്തൊക്കെ തയ്ച്ചുണ്ടാക്കാം. സാധിക്കാത്തവരുണ്ട് വെച്ചാൽ അറിയിച്ചാൽ നമ്മളിത് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് ഹിമാപസന്ത് മാങ്ങയാണ് കേട്ടോ. ഹിമാപസന്ത് നമുക്ക് കേരളത്തിൽ കായ്ഫലം കുറവാണെന്നൊക്കെ ഒരു ഉദാഹരണമുണ്ട്. ഇത് അത്യാവശ്യം നമുക്ക് കായ്ച്ചിട്ടുണ്ട്. എന്നാലും എണ്ണത്തിൽ കുറവാണ്. പൂക്കുന്ന അത്രയും നമുക്ക് കായ്ച്ച് കിട്ടില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് മാങ്ങ. ഇതിൽ ഫിറങ്കിലിടുവാനൊരു ഇനമുണ്ട്. ഹിമാപസന്തിൻ്റെ ഏകദേശം സെയിം ടേസ്റ്റാണ്. സമൃദ്ധമായിട്ട് കായ്ക്കും. അങ്ങനെ ഒരു ഇനമുണ്ട്. അപ്പോൾ ഹിമാപസന്ത് നടുന്നതിനേക്കാളും നമുക്ക് ഫിറങ്കിലിടുക നടുവായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എണ്ണത്തിൽ കൂടുതൽ കിട്ടും. ഇത് നമ്മുടെ കാറ്റിമോൻ മാങ്ങയാണ് കേട്ടോ. കാറ്റിമോൻ, ചൊക്കനാൻ എന്നൊരു പേരുണ്ട്. ഒറിജിനൽ പേര് ചൊക്കനാൻ എന്നാണ്. പിന്നെ കാറ്റിമോൻ എന്ന് അതിനൊരു പേരുണ്ട്. ഇത് നമുക്ക് വീടുകളിൽ എല്ലാവരും നടേണ്ട ഒരു മാങ്ങയാണ് കേട്ടോ. ഇഷ്ടം പോലെ കായ്ക്കും. അല്ലേ, ഒരു കൊലകൊലയായിട്ട് കായ്ക്കും. നല്ല രീതിയിൽ കായ്ക്കും. പിന്നെ ഒരു വർഷത്തിൽ ചിലപ്പോൾ 2-3 തവണയൊക്കെ മാങ്ങ ഉണ്ടായി വരും. അങ്ങനെ നല്ല രുചിയാണ്. പുഴുക്കേട് വളരെ കുറവാണ്. ഈ മഴക്കാലത്ത് ഉണ്ടായാൽ നമുക്കൊന്ന് കവറിട്ട് സംരക്ഷിക്കണം. അല്ലെങ്കിൽ പുഴുക്കേടില്ല. വേനൽക്കാലത്തൊന്നും പഴുത്ത് കിട്ടുന്ന പുഴുക്കേടില്ല. ഇതുണ്ട്. ഇത് ചെറിയ മാങ്ങയാണ്. ഇതിപ്പോൾ ഏകദേശം അത്യാവശ്യം വലുപ്പമായി. ഒരു മാസത്തിനുള്ളിൽ പഴുത്ത് കിട്ടും. അങ്ങനെ പല സൈസിൽ മാങ്ങകൾ നമുക്ക് കിട്ടും. ഇനി ഇതിൽ പൂക്കും. കുറച്ച് കഴിഞ്ഞാൽ ഒരു പൂക്കളും കൂടി പൂത്തിട്ട് ഇനി മാങ്ങ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ മഴ സമയത്തും നമുക്കൊരു മാങ്ങ പഴുത്ത് കിട്ടും. പക്ഷേ അതിനൊന്ന് കവറിട്ട് സംരക്ഷിച്ചില്ല മഴക്കാലത്ത് ചിലപ്പോൾ പുഴുക്കേട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നല്ല രുചിയുള്ള ഒരു മാങ്ങയാണ്. ബക്കറ്റിലാണ് നട്ടുള്ളത് കേട്ടോ. 30 ഇഞ്ച് ചട്ടിയിലാണ്. അത്യാവശ്യം വലുപ്പമുള്ള ചട്ടിയാണ്. നിലത്തൊക്കെ നടുകയാണെങ്കിൽ ഇതിൽ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവും. നല്ല ഭംഗിയായി കൊട രൂപത്തിൽ പെട്ടെന്ന് വളർന്നു വരുന്നൊരു മാവാണ്. നിലത്ത് നട്ട് കഴിഞ്ഞാൽ സമൃദ്ധമായിട്ടാണ് മാങ്ങ കായ്ക്കുക. നമുക്ക് ചട്ടിയിലും നടാം. സ്ഥലമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഡ്രമ്മിലോ ചട്ടിയിലൊക്കെ നടാം. സ്ഥലമുള്ളവരെല്ലാ മാവുകളും നിലത്ത് നടുവാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. നമുക്ക് പല ഇനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രമ്മിലും ചട്ടിയിലൊക്കെ നടുന്നത്. ഡ്രമ്മിലാകുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ദിവസം നന വിട്ട് പോയി കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ്. മാവ് പൂത്തും കായ്ച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നന വിട്ടുപോയാൽ മാങ്ങ കൊഴിഞ്ഞു പോകും. 2-3 ദിവസമൊക്കെ നനച്ചില്ലെങ്കിൽ മാവ് ഉണങ്ങിപ്പോവും. നിലത്ത് നട്ടാൽ പിന്നെ ആദ്യത്തെ ഒരു 2 വർഷമാണ് പരിചരണം വേണ്ടു. പിന്നെ ഒരു പരിചരണം ആവശ്യമില്ല. സ്ഥലമുള്ളവർക്ക് നിലത്ത് നടാം. സ്ഥലം ഇല്ലാത്തവർക്കും ഇതിനോട് വലിയ ഇഷ്ടമുള്ളവരും ടെറസിലൊക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ദിവസം നനയ്ക്കാനൊക്കെ സാഹചര്യമുള്ളവർ ഇങ്ങനെ ഡ്രമ്മിലും നട്ട് കായ്പ്പിക്കാം. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 തരം മാങ്ങകളാണ് കേട്ടോ. ഇത് 3 പ്രിയൂര് മാങ്ങയാണ്.
നമുക്കിതിൻ്റെ TSS ഒന്ന് നോക്കാം. മധുരം. ഇത് അമൃത് എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാങ്ങയാണ്. നല്ല രുചിയുള്ളൊരു മാങ്ങയാണ്. അതുപോലെ അമൃതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല കേരള മിയാസാക്കി എന്നൊക്കെ നമുക്ക് പേര് കൊടുക്കാൻ പറ്റിയ മാങ്ങയാണ്. നല്ല റെഡ് കളറ്. ഇത് കൊലയിൽ എണ്ണം കൂടുതലുണ്ടാകുമ്പോൾ സൈസ് കുറയും. 100-110 ഗ്രാമൊക്കെയാണ് എണ്ണം കൂടുതലുണ്ടാകുമ്പോൾ. പിന്നെ ഒരു കൊലയിൽ ഒരു 2-3 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 200 ഗ്രാം ഒക്കെ തൂക്കം വരും. പിന്നെ ഒരു കൊലയിൽ 1-2 ഒക്കെ ആയിക്കഴിഞ്ഞാൽ 300-350 ഗ്രാം വരെയൊക്കെ തൂക്കം വരും. ഇതിപ്പോൾ പഴുത്ത് ഓവറായി ഇതാണ്. ഇതൊക്കെ ഉണ്ടല്ലേ, നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്താണ് റെഡ് കളർ ഉണ്ടാവുക, അല്ലെങ്കിൽ മഞ്ഞ കളറായിരിക്കും ഉണ്ടാവുക കേട്ടോ. കേസറിൻ്റെ പോലെ അടിയിലൊരു വെട്ടൊക്കെ ഉണ്ട്. കാണുമ്പോൾ സിന്ദൂര മാങ്ങയാണെന്ന് ആൾക്കാർക്ക് സംശയം തോന്നും. സിന്ദൂരല്ല, ഇതൊരു നീളത്തിലുള്ള മാങ്ങയാണ്. ഇലയൊക്കെ കുളമ്പ് മാവിൻ്റെ ഇലയോട് സാദൃശ്യമുള്ളൊരു മാങ്ങയാണ്. നല്ല രുചിയാണ് കേട്ടോ. അധികം അങ്ങനെ പ്രചരിച്ചിട്ടില്ല ഈ മാങ്ങ. നടുക്ക് കളറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പുഴുക്കേട് തീരെ ഇല്ല. ഈ മാങ്ങയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് മുറിക്കാൻ ഒരു പുഴുക്കേടും ഇല്ലാത്തൊരു മാങ്ങയാണ്. എൻ്റെ TSS ഒന്ന് നോക്കാം. 25.5 ബ്രിക്സ് വരെയൊക്കെ നമുക്ക് മധുരം കാണിച്ചിരുന്നു. 23.5 കാണിക്കുന്നത് കേട്ടോ. 23.5 നല്ല മധുരമാണ്. ഒരു 18 മുകളിൽ TSS ഉള്ള മാങ്ങകളൊക്കെ നല്ല രുചിയുള്ള മാങ്ങകളായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്കിനി പ്രിയൂര് മാങ്ങയുടെ TSS ഒന്ന് നോക്കാം. പ്രിയൂര് നല്ല രുചിയുള്ള മാങ്ങയാണ് കേട്ടോ. ഇതും കവറിട്ട് സംരക്ഷിച്ച് കഴിഞ്ഞാൽ പുഴുക്കേട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പുഴുവായിരിക്കും. ഇത് ഒക്കെ ധൈര്യമായിട്ട് നമുക്ക് മുറിക്കാൻ പറ്റുന്നതാണ്, പുഴുക്കേടില്ല. നല്ല രുചിയുള്ള മാങ്ങയാണ്. ഇതൊക്കെ ആളുകൾ പുഴുവാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇത് നടാതെ വിടുന്നുണ്ട്. പക്ഷേ ഇതിനെ നട്ട് സംരക്ഷിക്കണം. ചെറിയ ഡ്രമ്മിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ അധികം ഹൈറ്റ് വരില്ലല്ലോ, അപ്പോൾ കവറിട്ട് സംരക്ഷിക്കാം. അപ്പോൾ പുഴുവില്ലാത്ത നല്ലൊരു മാങ്ങ കിട്ടും. ഇത് ബ്രിക്സ് മീറ്ററാണ്. നമ്മളെ മാങ്ങയുടെയൊക്കെ മധുരം അളക്കുന്ന മീറ്ററാണ്. 19.5 ബ്രിക്സാണ് ഇപ്പോൾ പ്രിയൂരിന് കാണുന്നത്. നല്ല മധുരമാണത്. 18 മുകളിലുള്ള മാങ്ങകളൊക്കെ നല്ല മാങ്ങകളാണ്. 18 തൊട്ട് അതിൻ്റെ മുകളിലേക്കുള്ളതൊക്കെ. ചിലത് ചന്ദ്രക്കാരനൊക്കെ 25 ബ്രിക്സൊക്കെ മധുരം കിട്ടാറുണ്ട്. മല്ലിക 26 ഒക്കെ കാണിക്കാറുണ്ട്. നമ്മുടെ പുറകിൽ കാണുന്ന ഇതാണ് നമ്മുടെ കുഞ്ഞ് മാന്തോപ്പ്. ഞാൻ ഹരിപ്രസാദ്. നമ്മുടെ സ്ഥലം വാണിയംകുളം, പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം അടുത്ത് വാണിയംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. നമ്മളിവിടെ ചെറിയൊരു 10-15 സെൻറ്റിൽ ഒരു 300-ലധികം മാവുകൾ ഇപ്പോൾ സംരക്ഷിച്ച് പോരുന്നുണ്ട്. വെറൈറ്റി മാവുകൾ, നമ്മൾ കണ്ടെത്തിയ മാവുകൾ ഒക്കെ കുറേശ്ശെ ഞാൻ തൈ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊറിയറിലൊക്കെ അയച്ചും കൊടുക്കും. അത്യാവശ്യം അങ്ങനെ മാവ് പ്രേമികൾ അന്വേഷിച്ച് വരികയാണെങ്കിൽ നമ്മളിത് കൊറിയറിൽ അയച്ചു കൊടുക്കും. ചെറിയ തോതിലാണ്, ഞാൻ തന്നെ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. വളരെ ചെറിയ തോതിലാണ് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാലും ആവശ്യക്കാരെ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടെത്തിയ കുറച്ച് ഇനങ്ങളൊക്കെ ഉണ്ട്. പലതും തൈ ആയി വരുന്നതേ ഉള്ളൂ. ചിലതൊക്കെ നമുക്ക് തൈ ഉണ്ട്. ചെമ്പകക്കുളമ്പ്, പെരിങ്ങാട്ട് പറമ്പൻ, സീതാ ഗോൾഡ്, SKP കുഞ്ഞൂസ്, SKP കിങ്, സൗപർണിക, അനാമിക, SKP മോഹിനി, ഇങ്ങനെയൊക്കെ കുറച്ച് മാവുകളുണ്ട്. ഇതൊക്കെ ഒരു 10ഓളം ഇനങ്ങളുണ്ട്. കാർത്തിക, മങ്ങാടൻ, ഇതൊക്കെ ഗംഭീര മാങ്ങകളാണ്. അതിഗംഭീര നല്ല രുചിയുള്ള നാട്ടുമാവുകളാണ്. നാട്ടിൽ ഓരോ ഈ നാട്ടുമാവുകളിൽ നല്ല ഇനങ്ങൾ വന്നുപെടും. എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രോസ് പോളിനേഷൻ നടന്നിട്ടേ പല ഇനങ്ങളും ഇങ്ങനെ ക്രോസായി വന്നിട്ട് ഓട്ടോമാറ്റിക്കലി പ്രകൃതിയ നല്ല ഇനങ്ങൾ വന്നുപെടും. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഇനങ്ങൾ ഒരുപാട് മാവുകൾ കണ്ടെത്തും. അതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരു 20 എബോവ് ബ്രിക്സ് ഉള്ള 20 മുകളിൽ TSS ഉള്ള ഇനങ്ങളെയാണ് നമ്മൾ കൂടുതൽ സംരക്ഷിച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നാട്ടുമാവുകളൊക്കെ ഉണ്ട്. തൈകൾ പലതും ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവുന്നതിനനുസരിച്ച് ആളുകൾക്ക് എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാം. കൊറിയർ സംവിധാനമൊക്കെ ഉണ്ട്. ഇവിടെ വന്നും എടുക്കാം. ഇവിടെ വന്ന് ഫാം വേണമെങ്കിൽ കാണാം.